So hello everyone. Myself I am Faiz. Currently I am doing MBBS from All India Institute of Medical Sciences, Nagpur. So yes, our topic of discussion is motion in a plane. Yes, motion in a plane. First session കഴിഞ്ഞു. Today's will be second session. Okay, നമ്മൾ എന്ത് ചെയ്തു? മോഷൻ ഇൻ എ പ്ലെയിനെ ഫസ്റ്റ് സെഷനിൽ ഫുൾ എന്ത് ചെയ്തു? സമ്മറി പറഞ്ഞു അല്ലേ? സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ് പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ബൈ റിയൽ നമ്പേഴ്സ് പറഞ്ഞു, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് പറഞ്ഞു, റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് കഴിഞ്ഞു, വെക്ടർ അഡീഷൻ, ദെൻ മോഷൻ ഇൻ എ പ്ലെയിൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, ദെൻ പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യെസ്, എക്സസൈസിലേക്ക് കടക്കാം. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Yes. What's first question? State for each of the following physical quantities if it is a scalar or a vector. അല്ലേ? താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മളത് സ്കേലാർ ആണോ വെക്ടർ ആണോ എന്ന് പറയണം. ദാറ്റ്സ് ഓൾ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3.1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കുറച്ച് ഗിവൺ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്, അത് സ്കേലാർ ആണോ വെക്ടർ ആണോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് തന്നിരിക്കൽ നിന്നും ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സ്കേലാസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ? നോക്കിക്കൂടെ? യെസ്, എവിടെ നിന്നാണ്? യെസ്, വോളിയം സ്കേലർ ആണോ വെക്ടർ ആണോ? ഓഫ് കോഴ്സ് വോളിയം ഈസ് സ്കേലാർ. സോ വോളിയം ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ? വോളിയത്തിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. യെസ്. മാസ് ഈസ് അഗെയിൻ എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ്, obviously speed is also scalar quantity. Acceleration, yes, acceleration is what? Vector quantity. So നമുക്ക് ഇവിടെ നമുക്ക് എന്തും കൂടി ലിസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വെക്ടേഴ്സും കൂടി ലിസ്റ്റ് ചെയ്യാം അറ്റ് എ ടൈം. യെസ്, അപ്പോ ഒന്ന് കിട്ടി. acceleration is vector, meter per second square acceleration. Next, density what? Density is a scalar quantity. What is density? Mass by volume അല്ലേ? മാസ് ബൈ വോളിയിലെ ഡെൻസിറ്റി, മാസും സ്കേലർ ആണ്, വോളിയവും സ്കേലർ ആണ്. സോ ഡെൻസിറ്റി ഈസ് ഓൾസോ സ്കേലർ. സിമ്പിൾ. നെക്സ്റ്റ്, നമ്പർ ഓഫ് മോൾ. ഓഫ് കോഴ്സ് നമ്പർ ഓഫ് മോൾ അല്ലേ? നമ്പർ ഓഫ് മോൾ ഇറ്റ്സ് എ നമ്പർ. ദാറ്റ്സ് നമ്പർ മീൻസ് ദാറ്റ്സ് only has magnitude means that is a scalar quantity. Number of moles is also scalar quantity. Next, velocity is a vector അല്ലെ? വെലോസിറ്റി ഡയറക്ഷൻ ഉണ്ട്. Angular frequency. What is angular frequency? 1/t അല്ലേ? 1 by time period. That is angular frequency. That is frequency. So time period is a scalar അല്ലേ? Angular frequency എന്ത് തന്നെയാണ്? സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. എന്തില്ല? ഡിറക്ഷൻ ഇല്ല. സോ angular frequency. ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു? ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ. Displacement is a perfect vector. No, displacement is a vector. Okay. Angular velocity. Yes, angular velocity, omega. That's also what? Say vector quantity. And then the direction. So, തന്നിരിക്കുന്ന നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ആരൊക്കെയാണ് സ്കേലാർസ്? വോളിയം ഈസ് എ സ്കേലാർ, മാസ് ഈസ് എ സ്കേലാർ, സ്പീഡ് ഈസ് എ സ്കേലാർ, ഡെൻസിറ്റി ഈസ് എ സ്കേലാർ, നമ്പർ ഓഫ് മോൾസ് ഈസ് സ്കേലാർ, ആംഗുലാർ ഫ്രീക്വൻസി ഓൾസോ സ്കേലാർ. വെക്ടേഴ്സ് ആരൊക്കെയാ? എക്സലറേഷൻ, velocity, displacement, and angular velocity. Over. First question over. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3.2. Pick out the two scalar quantities in the following list. അല്ലേ? അഗെയിൻ നമുക്ക് കുറച്ച് ഗിവൺ നമ്പർ ഓഫ് എന്തുണ്ട്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആരൊക്കെ? ഫോഴ്സ്, ആംഗുലാർ മൊമെന്റം, വർക്ക്, കറന്റ്, ലീനിയർ മൊമെന്റം, ഇലക്ട്രിക് ഫീൽഡ്, ആവറേജ് വെലോസിറ്റി, മാഗ്നറ്റിക് മൊമെന്റ്, റിലേറ്റീവ് വെലോസിറ്റി. ഇതിൽ നിന്നും നമുക്ക് എന്ത് 2 സ്കെലാർ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ജസ്റ്റ് 2 സ്കെലാർ ക്വാണ്ടിറ്റി നോക്കാം. ഫോഴ്സ് എന്താണ്? വെക്ടർ. ഫോഴ്സ് വെക്ടർ ആണ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് വെക്ടർ. ആംഗുലാർ മൊമെന്റം അഗെയിൻ m×v. സോറി, ലീനിയർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം അടുത്തത് പറയുമ്പോൾ നമുക്ക് r×p ആണ്. നമുക്ക് അടുത്ത റൊട്ടേഷനിൽ പഠിക്കാം. ആംഗുലാർ മൊമെന്റം ഇസ് അഗെയിൻ വാട്ട്? വെക്ടർ ക്വാണ്ടിറ്റി. വർക്ക് എന്താണ്?
വാട്ട് ഈസ് വർക്ക്? അതും അടുത്ത പാഠത്തിൽ പഠിക്കുന്നതാണ് വർക്ക് അല്ലേ. വർക്ക് ഈസ് ആക്ച്വലി സ്കെലാർ ക്വാണ്ടിറ്റി. യെസ്, നമ്മളോട് രണ്ട് സ്കെലാർ ക്വാണ്ടിറ്റി എടുക്കാനാണ് പറഞ്ഞത്. യെസ്, ഒന്ന് കിട്ടി. എന്ത്? വർക്ക്. വർക്ക് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി അല്ലേ. വർക്കിന് എന്തില്ല? ഡിറക്ഷൻ ഇല്ല. കറന്റ് ഈസ് ഓൾസോ വാട്ട്? സ്കെലാർ ക്വാണ്ടിറ്റി. Sorry, current is also what? Scalar quantity. Yes, linear momentum vector, electric field is a vector, average velocity is a vector, magnetic moment is a vector, relative velocity is also vector. So രണ്ട് സ്കെലാർ ക്വാണ്ടിറ്റി പിക്ക് ചെയ്യാനല്ലേ പറഞ്ഞത്. ടു സ്കെലാർ ക്വാണ്ടിറ്റീസ് എന്ത് കിട്ടി? വർക്കും കറന്റും. ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. വർക്കും കറന്റും സിമ്പിൾ ആയിട്ട് കഴിഞ്ഞേ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.3. Next question 3.3. Pick out the only vector quantity in the following list. തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഒറ്റൊരു വെക്ടർ ക്വാണ്ടിറ്റി മാത്രമേ ഇതിലുള്ളൂ. അതേതാന്ന് കണ്ടുപിടിക്കാം നമുക്ക്. എന്താണ് തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും the only vector quantity? Temperature? No. Temperature is a scalar. Pressure is a scalar. Yes. Impulse is a what? Impulse is a what? Vector quantity. ഇമ്പൾസ് എന്താണെടാ? ഇമ്പൾസ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇമ്പൾസ് എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എങ്ങനെ മനസ്സിലായത് ഇമ്പൾസ് വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന്? അല്ലെ, ഇമ്പൾസ് J ഈസ് ഈക്വൽ ടു F ഇൻറ്റു ഡെൽറ്റ ടി. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇമ്പൾസ് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റ് അല്ലടാ. ഇമ്പൾസ് ഈസ് ഡെൽറ്റ പി. ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. Change in momentum is a vector. So obviously impulsum എന്താണ്? ഒരു വെക്ടർ ആണ്. So impulse is a vector quantity. So ഇതിൽ നിന്നും എന്ത് കിട്ടി? Pick out the only vector quantity. Impulse. Time is a scalar. Power scalar. Total path length is scalar. Energy scalar. Gravitational potential is scalar. Coefficient of friction is scalar. Charge is also scalar. So the only vector quantity from the given list is what? Impulse. Okay. Next question 3.4. State with reasons whether the following algebraic operations with scalar and vector physical quantities are meaningful. നമുക്ക് ABCDEFFS 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. വെക്ടേഴ്സിന്റെയും സ്കെലാർസിന്റെയും ആഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതിൽ ഏതൊക്കെ ഫാൾസ് ഉണ്ട്, ഏതൊക്കെ ട്രൂ ആണ് അല്ലെ? അതല്ലേ പറഞ്ഞത്. State with reasons whether the following false and true അല്ല, മീനിങ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് മീനിങ് ഫുൾ ആണോ അല്ലയോ എന്നാണ് നമ്മൾ പറയേണ്ടത്. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആഡിങ് എനി ടു സ്കെലാർ. ആഡിങ് എനി ടു സ്കെലാർ. യെസ്, ആഡിങ് എനി ടു സ്കെലാർ മീനിങ് ഫുൾ ആണോ അല്ലയോ? അതാണ് ചോദ്യം. യെസ്, ഇറ്റ് ഈസ് മീനിങ് ഫുൾ. എപ്പോ? ഇറ്റ് ഈസ് മീനിങ് ഫുൾ എപ്പോ? കണ്ടീഷൻ പറയണം. ഇറ്റ് ഈസ് മീനിങ് ഫുൾ എപ്പോ? ഇറ്റ് ഈസ് മീനിങ് ഫുൾ എപ്പോഴാണ്? വെൻ ദ ടു സ്കെലാർസ്, നമ്മൾ ആഡ് ചെയ്യുന്ന രണ്ട് സ്കെലാർസ് ഹാവ് സെയിം ഡയമെൻഷൻ ഓർ യൂണിറ്റ്. സെയിം ഡയമെൻഷൻ അല്ലെങ്കിൽ യൂണിറ്റ്. ഒരേ ഡയമെൻഷനോ യൂണിറ്റോ ആണെങ്കിൽ, ഒരേ ഡയമെൻഷനോ യൂണിറ്റോ ഉള്ള രണ്ട് സ്കെലാർസിനെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം അല്ലേ? അൺലെസ് their two scalars have same dimension, then only it's meaningful. Then only it is what? Meaningful. Yes. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം അല്ലേ? ഇപ്പൊ നോക്കിക്കോ. ടൈം ഒരു സ്കെലാർ ക്വാണ്ടിറ്റി അല്ലേ? യെസ്, ടൈം ഈസ് സ്കെലാർ. എനിക്ക് ടൈം ആഡ് ചെയ്യാം. സെക്കൻഡും ആഡ് ചെയ്താൽ അല്ലേ? 1 സെക്കൻഡും 3 സെക്കൻഡും ആഡ് ചെയ്താൽ എനിക്ക് 4 സെക്കൻഡ് കിട്ടും. നോ ഡൗട്ട്. എന്തുകൊണ്ടാണ് ഇത് ശരിയായത്? ഇത് മീനിങ് ഫുൾ ആയത് എന്തുകൊണ്ടാ? കാരണം ടൈം ഞാൻ ആഡ് ചെയ്ത രണ്ട് സ്കെലാർ ക്വാണ്ടിറ്റീസിനും എന്തുണ്ട്? ഞാൻ ആഡ് ചെയ്ത രണ്ട് സ്കെലാർ ക്വാണ്ടിറ്റീസിനും എന്തുണ്ട്? സെയിം യൂണിറ്റ് ആണ് അല്ലേ? ഞാൻ ആഡ് ചെയ്ത രണ്ട് സ്കെലാർ ക്വാണ്ടിറ്റീസിനും എന്തുണ്ട്? സെയിം യൂണിറ്റ് ആണ്.
സപ്പോസ് ഇത് നോക്കിക്കോ, ഞാൻ എനർജി ആഡ് ചെയ്താണ്. 30 ജൂൾ പ്ലസ് 12 സെക്കൻഡ്. മീനിങ് ഫുൾ ആണോ? ഇത് മീനിങ് ആണോ? അല്ല. അല്ലേ? ഇത് ജൂള് എനർജി സ്കേലാർ ആണ്, സെക്കൻഡ് ടൈമും സ്കേലാർ ആണ്. പക്ഷേ ഡിഫറെന്റ് യൂണിറ്റ് അല്ലേ? മീനിങ് ആണോ? അല്ല. അപ്പോൾ ആഡിങ് എനി ടു സ്കേലാർ വിൽ ബി മീനിങ് ഇഫ് ദ ആഡിങ് സ്കേലാർസ് ഹാവ് സെയിം ഡയമെൻഷൻ ഓർ യൂണിറ്റ്. അല്ലേ? ഇറ്റ് ഈസ് മീനിങ് വെൻ ദാറ്റ് സ്കേലാർ സെയിം ഡയമെൻഷൻ, അല്ലെങ്കിലോ ഇറ്റ്സ് നോട്ട് മീനിങ്. ക്ലിയർ? വളരെ ക്ലിയർ ആണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ആഡിങ് എ സ്കേലാർ ടു എ വെക്ടർ ഓഫ് ദ സെയിം ഡയമെൻഷൻ. Adding a scalar, yes, to a vector of same dimension. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോ, നമുക്ക് ഒരിക്കലും വെക്ടറും സ്കേലാറും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആഡ് ചെയ്യാൻ പറ്റത്തില്ല. വെക്ടറും സ്കേലാറും ബാക്കി എന്ത് കണ്ടീഷൻ ആയിക്കോട്ടെ, ആ കണ്ടീഷനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. സ്കേലാറും വെക്ടറും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് നോട്ട് പോസിബിൾ, നോട്ട് മീനിങ് ഫുൾ, ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വാട്ട് എവർ ദ ഡയമെൻഷൻ ബട്ട് മീനിങ് ഫുൾ ആണ്. നമുക്കൊരു വെക്ടറും സ്കേലാറും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് ഓൾ. Adding a scalar to a vector of same dimension, it's not meaningful, yes, because both represent what? A vector and a scalar both represent different physical quantities. So we cannot add a vector to scalar. Simple. Yes. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? മൾട്ടിപ്ലൈയിങ് എനി വെക്ടർ ബൈ എനി സ്കേലാർ. യെസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെക്ടറും സ്കേലാറും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് അല്ലെ? വെക്ടറും സ്കേലാറും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചെയ്താൽ ഇത് മീനിങ് ഫുൾ ആണോ അല്ലയോ? യെസ്, ഇറ്റ് ഈസ് മീനിങ് ഫുൾ. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. F is equal to m into, അങ്ങനെ പറയണ്ട, അങ്ങനെ പറഞ്ഞാലേ നോക്കിക്കോ, മാസ് എന്താടാ? മാസ് ഈസ് എ സ്കേലർ. ഞാൻ അതിനെ ഒരു വെക്ടർ കൊണ്ട് ഗുണിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏത് വെക്ടർ ആരാ? ആക്സലറേഷൻ. യെസ്. ഇതെന്താണ് നമുക്ക് കിട്ടുന്നത്? മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്താടാ? ഫോഴ്സ്. അപ്പൊ ഞാനൊരു സ്കേലാറിനെയും ഒരു വെക്ടറിനെയും ഗുണിച്ചപ്പോ, മൾട്ടിപ്ലൈ ചെയ്തപ്പോ, മാസ് ഇൻറ്റു ആക്സലറേഷൻ ചെയ്തപ്പോ ഇത് കിട്ടിയ ഫോഴ്സ് അല്ലേ? മീനിങ് ഫുൾ അല്ലേ? യെസ്. ഫോഴ്സ് എന്താണ്? വെക്ടറാണ്. മീനിങ് ഫുൾ ആണ്. നമുക്കൊരു വെക്ടറിനെ സ്കേലാർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ. അടുത്തത് ഡി അല്ലെ? ഇതല്ലേ? മൾട്ടിപ്ലൈയിങ് എനി ടു സ്കേലാർ. അതെന്ത് സിമ്പിൾ ചോദ്യമല്ലേ? പറ്റും. ഇറ്റ് ഇസ് മീനിങ് ഫുൾ. യെസ്, മൾട്ടിപ്ലൈയിങ് എനി ടു സ്കേലാർ. ഇത് സ്കേലാർ ഇൻറ്റു സ്കേലാർ, രണ്ട് സ്കേലാർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. യെസ്, ഇറ്റ് ഈസ് മീനിങ് ഫുൾ. പറ്റും. ക്യാൻ ബി ഡൺ. ഇറ്റ് ഈസ് മീനിങ് ഫുൾ. സിമ്പിൾ നോക്കിയാൽ മതി. നമുക്ക് മാസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? മാസ് ഈസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? വോളിയം എന്താണ്? സ്കേലാർ. ഡെൻസിറ്റി എന്താണ്? സ്കേലാർ. സോ ഇറ്റ് ഇസ് മീനിങ് ഫുൾ, റൈറ്റ്? ഇറ്റ് ഈസ് മീനിങ് ഫുൾ. യെസ്. നെക്സ്റ്റ് ഇ എന്താ? ആഡിങ് എനി ടു വെക്ടർ. അത് സെയിം ആഡിങ് എനി ടു സ്കേലാർ, സെയിം റൂൾ കൊടുത്താൽ മതി. യെസ്, ഇറ്റ് ഈസ് മീനിങ് ഫുൾ. adding any two vector എന്താണ്? നോക്കിക്കോ, it can be done or it is meaningful if both have what? സെയിം ഡയമെൻഷനോ അല്ലെങ്കിൽ എന്തോ യൂണിറ്റോ. സെയിം പറഞ്ഞ പോലെ എനിക്കിപ്പം ഫോഴ്സും ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഫോഴ്സും ആഡ് ചെയ്യാൻ പറ്റും. വെലോസിറ്റിയും ആഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വെലോസിറ്റിയും ആക്സലറേഷനും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യെസ്. നെക്സ്റ്റ് എഫ്.
ആഡിങ് എ കോമ്പണന്റ് ഓഫ് എ വെക്ടർ ടു ദ സെയിം വെക്ടർ. ഇത് ഒരു വെക്ടറിന്റെ കോമ്പണന്റ് ആ സെയിം വെക്ടറിന് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദ്യം. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാ? ഞാനൊരു വെക്ടർ എന്നൊരു കോമ്പണന്റ് ഓൾറെഡി എടുത്താൽ ആ വെക്ടർ എന്ത് ചെയ്ത് ആ വെക്ടർ ആ വെക്ടർ പിന്നെ നോക്കിക്കോ, കോമ്പണന്റ് കാൺ ബി ആഡഡ് ടു ദ വാട്ട് ഫുൾ വെക്ടർ അഗെയിൻ, ബിക്കോസ് ആ കോമ്പണന്റ് ആരുടെ ഭാഗമാണ്? ആ വെക്ടറിന്റെ ഭാഗമാണ്. സോ ആഡിങ് എ കോമ്പണന്റ് ഓഫ് എ വെക്ടർ ടു ദ സെയിം വെക്ടർ, വാട്ട്, ഇറ്റ്സ് നോട്ട് മീനിങ്. സോ എന്താണ്? കോമ്പണന്റ് can't be added to the full vector again. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോമ്പണന്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെയിം വെക്ടറിന് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോറി ഫോർ എ മൊമെന്റ്. ഇത് നമുക്ക് ഒന്നും കൂടി വായിക്കാനുണ്ട്. യെസ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ സോൾവ് ചെയ്യാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഡിങ് എ കോമ്പണന്റ് ഓഫ് എ വെക്ടർ ടു ദ സെയിം വെക്ടർ. ഇറ്റ്സ് മീനിങ്ഫുൾ. എന്ന് പറയുന്നത്, സപ്പോസ് ഞാനൊരു വെലോസിറ്റി വെക്ടർ എടുക്കുകയാണ്. ഇതൊരു വെലോസിറ്റി വെക്ടർ, അതായത് 3 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഓക്കെ, ഇത് ഞാൻ ഇതിനൊരു കോമ്പണന്റ് എടുത്തു. എനിക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? കോമ്പണന്റ് വൈസ് 1 അങ്ങനെ എടുത്തുകൂടെ? ഞാൻ എന്ത് ചെയ്തു? ഒരു കോമ്പണന്റ് എടുത്തു 1 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? കോമ്പണന്റ് എടുത്തപ്പോ ഇത് എത്രയായി മാറി? 2 മീറ്റർ പെർ സെക്കൻഡ്, റൈറ്റ്? 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? എനിക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. യെസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? adding a component of a vector to the same vector is meaningful because it got same dimension. As simple as that. So over. Yes. Next ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ 3.5. അഗെയിൻ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമുക്ക് ഇങ്ക് മാറ്റാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇങ്ക് മാറിയില്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ് the magnitude of a vector is always a scalar. It's true. Obviously true. Magnitude of a vector. നമ്മളൊരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വെക്ടർ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വെക്ടർ എന്താണ്? ഒരു ന്യൂമറിക്കൽ അല്ലേ നമുക്ക് കിട്ടുക? മീൻസ് ഒരു നമ്പർ അല്ലേ നമുക്ക് കിട്ടുക? സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വെക്ടർ ഈസ് ഓൾവേസ് വാട്ട്? സ്കേലാർ അല്ലേ? നോക്കിക്കോ, ഞാനിപ്പോ വെലോസിറ്റി ഞാൻ പറയാണ്. എന്ത് വെലോസിറ്റി? v is equal to 3. വെലോസിറ്റി v is equal to എന്താണ്? 3 മീറ്റർ പെർ സെക്കൻഡ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു. ഞാനിതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വെക്ടർ v 3 കിട്ടത്തില്ലേ? 3 അല്ലേ? നമ്പർ 3 എന്താണ്? സ്കേലാർ അല്ലേ? യെസ്, ദാറ്റ്സ് ഓൾ. സോ ഞാൻ ജസ്റ്റ് എന്ത് പറഞ്ഞുള്ളൂ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്താണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്കേലാർ ഈസ് ഓൾവേസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഈസ് ഓൾവേസ് എ സ്കേലാർ. ദാറ്റ് ഈസ് ട്രൂ. ഒന്നാമത്തത് ട്രൂ ആണ്. ഒന്നാമത്തത് ട്രൂ. യെസ്. രണ്ടാമത്തെ ബി, ഈച്ച് കോമ്പണന്റ് ഓഫ് എ വെക്ടർ ഈസ് ഓൾവേസ് എ സ്കേലാർ. കോമ്പണന്റ് ഓഫ് എ വെക്ടർ, നോ. കോമ്പണന്റ് ഓഫ് എ വെക്ടർ എങ്ങനെയാ സ്കേലാർ ആവുന്നത്? ഫാൾസ്. Component of a vector is a vector only. Component of a vector is always a vector. No doubt about that. Yes. Next, C part എന്താ? The total path length is always equal to the magnitude of the displacement vector of a particle. Total path length is always equal to the magnitude of the displacement. No, false. എങ്ങനെ പ്രൂവ് ചെയ്തത്? Suppose C, A point, B point, C. ഇതാണ് എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്. മീൻസ് ഓർ ദ ആക്ച്വൽ ലെങ്ത് അല്ലേ?
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എ ആൻഡ് ബി. പക്ഷെ ഞാൻ പോയത് എങ്ങനെയാ? ഞാൻ പോയത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. ഇതാണ് ഞാൻ പോയത്. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? ഞാൻ പോയത്. സോ ഹിയർ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ ഇവിടെ? ഡിസ്പ്ലേസ്മെന്റ് ഏതാ? ഇതല്ലേ ഈ റെഡ് ലൈൻ അല്ലേ ഡിസ്പ്ലേസ്മെന്റ്? അല്ല, ഈ റെഡ് ലൈൻ അല്ലേ ഡിസ്പ്ലേസ്മെന്റ്? യെസ്. ഇതല്ലേ പാത്ത് ലെങ്ത്? ചോദ്യം എന്താ? The total path length is always equal to the magnitude of the displacement vector of a particle. So ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന്റെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ പാത്ത് ലെങ്ത്തിന് ഈക്വൽ ആണോ? ഈക്വൽ അല്ല. ഓൾവേസ് ഈക്വൽ അല്ല. ഈക്വൽ ആകാം. എപ്പോ ഈക്വൽ ആകാം? സി, എ എന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇത്ര തന്നെയാണ്. ഞാൻ പോയത് ഇങ്ങനെ തന്നെയാണ് സ്ട്രേറ്റ് ലൈനിൽ. ഈ കണ്ടീഷനിൽ ടോട്ടൽ പാത്ത് ലെങ്ത് എന്താണ്? ഈസ് ഓൾവേസ് ഈക്വൽ ടു, അല്ലെ? ടോട്ടൽ പാത്ത് ലെങ്ത് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഓൾവേസ് ഈക്വൽ ആവണം നിർബന്ധമില്ല. The statement is false. D എന്താണ്? The average speed of a particle defined as the total path length divided by the time taken to cover the path is either greater or equal to the magnitude of average velocity of the particle over the same interval of time. D is what? True. എന്തുകൊണ്ടാണ് ട്രൂ ആയത്? നമുക്ക് നോക്കാം. ബേസിക് ഡെഫിനിഷൻ നോക്കാം. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു path length. Average speed is equal to path length divided by time taken. അല്ലേ? യെസ് ആണ്. ഇനി average velocity equation എന്താ? Average velocity is equal to displacement divided by time taken. നമുക്കൊരു കാര്യം അറിഞ്ഞൂടെ? എന്ത്? പാത്ത് ലെങ്ത് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂസിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡിന് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ ഇത് ട്രൂ അല്ലേ? ട്രൂ ആണ്. യെസ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഈ സ്റ്റേറ്റ്മെന്റ് ഇ. എഫ് ട്രൂ ആണ്. സോറി, ഡി ട്രൂ ആണ്. ഇ എന്താ? 3 vectors not lying in a plane can never add up to give a null vector. ഒരിക്കലും പറ്റത്തില്ല. സെയിം പ്ലെയിനിലായിരിക്കണം. സപ്പോസ് നോക്കിക്കോ, എന്റെ അടുത്തൊരു വെക്ടർ ഉണ്ട്, വെക്ടർ എ. ദിസ് ഈസ് വെക്ടർ എ ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി ആൻഡ് ദിസ് ഈസ് വെക്ടർ സി. എനിക്കിനി മൂന്നിനെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. സോ ഞാൻ ആഡ് ചെയ്യാൻ ട്രയാങ്കിള് എ കൊടുത്തു, ബി കൊടുത്തു, സി കൊടുത്തു. എ ബി സി അല്ലേ? ഇവിടെ നമുക്ക് എന്താ പറയാം? എ പ്ലസ് ബി പ്ലസ് ഈക്വൽ ടു 0 അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ലോ. അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റിയത്? ആക്ച്വലി എന്റെയും ബിന്റെയും റിസൾട്ടന്റ് വെക്ടർ ഉണ്ടല്ലോ, അതെങ്ങനെയാ കിട്ടുക? ട്രയാങ്കിൾ ലോ പ്രകാരം ക്ലോസ് ചെയ്യണം ട്രയാങ്കിളിനെ റിവേഴ്സ് ഓർഡറിൽ. സോ ഇങ്ങനെയല്ലേ കിട്ടുന്നത്? ഇതാണ് എന്ത്? എ പ്ലസ് ബി വെക്ടർ. ആക്ച്വലി എ പ്ലസ് ബി വെക്ടർ ഇവിടെ എന്താണ്? മൈനസ് ഓഫ് സി വെക്ടർ ആണ്. സോ രണ്ട് മീൻസ് ഓപ്പോസിറ്റ് അല്ലേ? സെയിം ഡയറക്ഷൻ, സെയിം മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ നമ്മൾ എന്താ കിട്ടുക? എടുത്താൽ 0 കിട്ടുക അല്ലേ? എടുത്താൽ എന്ത് കിട്ടും? 0 കിട്ടും. യെസ്, മനസ്സിലായില്ലേ? യെസ്. സോ സെയിം പ്ലെയിനിലാണെങ്കിൽ 3 വെക്ടേഴ്സ് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്തിട്ട് നൾ വെക്ടർ കിട്ടാം. പക്ഷേ നോട്ട് ലൈങ് ഇൻ എ പ്ലെയിൻ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് 3 വെക്ടേഴ്സ് നോട്ട് ലൈങ് ഇൻ എ പ്ലെയിൻ കൻ നെവർ, കിട്ടത്തില്ലെന്നാ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. The statement is true. Yes. 3 vectors not lying in a plane can never add up to give a null vector. Yes. കഴിഞ്ഞു. സിമ്പിൾ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Question please. What is the next question? 3.6.
3.6 നമുക്ക് പോകാം. 3.6 എസ്റ്റാബ്ലിഷ് ദ ഫോളോയിങ് വെക്ടർ ഇനീക്വാലിറ്റീസ് ജോമെട്രിക്കലി ഓർ അതർവൈസ്. യെസ്, നമുക്ക് 4 എന്ത് ചെയ്തിട്ടുണ്ട്, ഇനീക്വാലിറ്റീസ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ജോമെട്രിക്കലി എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്തൂടെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നമുക്ക് വെക്ടർ തുടങ്ങാം. വെക്ടർ ബി വെച്ച് തുടങ്ങാം. സോ ദിസ് ഈസ് മൈ വെക്ടർ എ, ദിസ് ഈസ് മൈ വെക്ടർ എ, ഓക്കെ, ആൻഡ് ദിസ് ഈസ് മൈ വെക്ടർ ബി, ആൻഡ് വെക്ടർ ബി is making theta angle with horizon. സോ എ പ്ലസ് ബി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി ട്രയാങ്കിളോ പ്രകാരം എ പ്ലസ് ബി ചെയ്താൽ എന്ത് കിട്ടും, ഇങ്ങനല്ലേ കിട്ടുക. ദിസ് ഈസ് മൈ എ, ദിസ് ഈസ് മൈ എ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഹൊറിസോണ്ടൽ തീറ്റ ആംഗിൾ എന്ത്, ബി. യെസ്, നോ ഡൗട്ട്. സോ ദിസ് വെക്ടർ അല്ലെ, ഇതെല്ലാം റിസൾട്ടന്റ് വെക്ടർ ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എ പ്ലസ് ബി. ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. യെസ്, ഇതൊക്കെ വെക്ടർ ആണ്, ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. യെസ്, ഓക്കെ, സിമ്പിൾ. ഇതറിയാം. ട്രയാങ്കിൾ മീൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊരു പ്രോപ്പർട്ടി എന്താണ് ഇവിടെ പറഞ്ഞു പോകാം. ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാല്, ഞാനൊരു ട്രയാങ്കിൾ എടുത്തു, സി. ഞാനൊരു ട്രയാങ്കിൾ എടുത്തു, ഞാൻ ട്രയാങ്കിൾ എന്ത് ചെയ്തു, നെയിം ചെയ്തു, ഓ എ ബി. ഓക്കെ, ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് പ്രകാരം സി, ബൈ properties of triangle, by properties of triangle, see we can write എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ പറയുന്നത്. ആൻഡ് സപ്പോസ് ഏത് സൈഡ് എടുത്താലും, സി ഏത് സൈഡ് എടുത്താലും, സപ്പോസ് ഒ ബി എന്നുള്ള സൈഡ് എടുത്തു, ഈ ഒ ബി സൈഡിന്റെ ലെങ്ത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ ടു സൈഡ്, ദാറ്റ് ഈസ് ഒ എ മൈനസ് എ, and then always less than or equal to sum of the other two sides. So this is the property. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിക്കോ. സി, ഞാനൊരു ട്രയാങ്കിൾ എടുത്തു. നമ്മള് ഫേമസ് പൈതഗോറസ് പറയുന്ന ട്രയാങ്കിൾ 3, 4, 5 അല്ലേ, ഇങ്ങനെയല്ലേ കിട്ടുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ. 3, 4, 5. ഇപ്പൊ ഞാൻ ഈ 4 എന്നുള്ള സൈഡ് എടുത്തു. ഈ 4 ഇല്ലേ, ഈ 4 ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു difference of the other two sides, that is 5 minus 3, and always less than or equal to sum of other two sides, 5 plus 3, അതായത് 2 less than or equal to 4 greater than or equal to 8. സെയിം തന്നെയല്ലേ വരുന്നത്. മീൻസ് പ്രോപ്പർട്ടി മനസ്സിലായില്ലേ? അതായത് ഏത് സൈഡ് എടുത്താലും ആ സൈഡ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ അതർ ടു സൈഡ്, ആൻഡ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദ അതർ ടു സൈഡ്. സോ ആ പ്രോപ്പർട്ടി പ്രകാരം ഞാൻ ഇവിടെയും പേര് കൊടുക്കാൻ പോണ് ഒ എ ബി. ആ ഒരു ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി പ്രകാരം എന്താണ് പ്രോപ്പർട്ടി? ഒ ബി എപ്പോഴും കൂടുതലായിരിക്കും. എങ്ങനെ? ഒ എ മൈനസ് എ ബി. പിന്നെയോ ഒ ബി എപ്പോഴും ചെറുതായിരിക്കും. എങ്ങനെ? ഒ എ പ്ലസ് എ ബി. സിമ്പിൾ, ക്ലിയർ? യെസ്. സോ സെയിം ഞാൻ ഇവിടെ ഇനി കൊടുത്താൽ മതി. ഇവിടെ ഒ ബി എന്താടാ? എ പ്ലസ് ബി. എ പ്ലസ് ബി ആണ് ഒ ബി. യെസ്, ഇവിടെ എന്താ വരുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വാട്ട് ഈസ് ഒ എ? വെക്ടർ എ ബിയോ വെക്ടർ ബി അല്ലേ? ഇനി ഒ എ എന്താ? എ ബി എന്താ? വെക്ടർ ബി. യെസ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സോ ഇക്വേഷന്റെ ഒന്നാമത്തെ പാർട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സി ഞാൻ ഈ പാർട്ട് എടുക്കുകയാണ്. സി ഇത് നോക്കാണ്. അവിടെ എന്താണ് തന്നിരിക്കുന്നത്? എ പ്ലസ് ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതല്ലേ തന്നിരിക്കുന്നത്? യെസ്. ഇപ്പൊ ഞാൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കൂടെടാ? എനിക്ക് എങ്ങനെ എഴുതാം? യെസ്, എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. അതായത് എങ്ങനെ എഴുതാം? എനിക്ക് സി. യെസ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ടേ, ചെറിയ കൺഫ്യൂഷൻ ഉള്ള പോലെ. സി നോക്കിക്കോളെ. ഒ ബി എന്താ ഇവിടെ? ഒ ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് എ പ്ലസ് ബി.
ഒ ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഒരൊറ്റ വെക്ടറാണ്. എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? വെക്ടർ എ പ്ലസ് വെക്ടർ ബി. സി പിന്നെയോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെക്ടർ എ മൈനസ് വെക്ടർ ബി. സോ ഈ ഒന്നാമത്തെ സൈഡ്, ഈ സൈഡ് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടിയടാ? എ പ്ലസ് ബി. മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇതല്ല ഇത്, സോറി യെസ്, എ പ്ലസ് ബി. സെയിം. ഇനി ഞാൻ ഇത് ഈ സൈഡ് എടുത്താലോ? ഈ സൈഡ് എടുത്താൽ എന്താ കിട്ടുന്നത്? മാഗ്നിറ്റ്യൂഡ് എടുത്താൽ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് ബി. സിമ്പിൾ. സോ അതും സോൾവ് ചെയ്തു. ഇനി സിയും ഡിയും സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? യെസ്, സിയും ഡിയും സോൾവ് ചെയ്യാന് നേരെ റിവേഴ്സ് കൊടുത്താൽ മതി. ഇൻ ദ സെൻസ് സി നോട്ട് നോക്കിക്കോ, ഇതാണ് എന്റെ വെക്ടർ എ, യെസ്. സി ഇതായിരുന്നു എന്റെ വെക്ടർ ബി. തീറ്റ ഡിഗ്രിയിൽ ഞാനിതിന് മൈനസ് ആക്കാണ്. സോ എനിക്ക് ഈ ഡിറക്ഷനിൽ ഒരു മൈനസ് ബി വെക്ടർ കിട്ടിക്കൂടെ? കിട്ടാം. അത് ഞാൻ എന്ത് ചെയ്യാണ്? ട്രയാങ്കിളിൽ ആഡ് ചെയ്യാണ്. മീൻസ് സി വെക്ടർ എ and this will be what? Vector b. So this will be a minus b. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. അഗെയിൻ നമുക്ക് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ച് നോക്കിക്കോ. ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നതുകൊണ്ട് മൈനസ് ബി മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എന്തായി പോയത്? അഗെയിൻ വെറും ബി ആയിക്കോ. നോക്കിക്കോ, സി നോക്കിക്കോ. ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ഒ എ ബി. എനിക്ക് അല്ലെ ഒ ബി അല്ല നമ്മുടെ മെയിൻ സൈഡ്. സോ ഒ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ഒ എ പ്ലസ് എ ബി ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ എ മൈനസ് എ ബി ആയിരിക്കും. സോ വാട്ട് ഈസ് ഒ എ? ശരിക്കും മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി അല്ലെ? ഒ എന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? ഒ എന്റെ മാഗ്നിറ്റ്യൂഡ് ഒ എന്ന് വെച്ചാൽ മൈനസ് ബി ആണ്. പക്ഷെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ വെറും ബി. എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എ തന്നെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? അത് തന്നെ, എ മൈനസ് ബി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒ എന്റെ മാഗ്നിറ്റ്യൂഡ് വാട്ട്? ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഈസ് ബി. സോ ബി പ്ലസ് എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എ. നോക്കിക്കോ, ഇതിൽ ഒന്നാമത്തെ പാർട്ട് നോക്കിക്കോ. ഇത് അതല്ലേ? എ മൈനസ് ബി അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി. കറക്റ്റ്. ഇതിൽ ഈ പാർട്ട് നോക്കിക്കോ. എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് ബി. മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. സി കറക്റ്റ്, നോ ഡൗട്ട്. വെൻ ഡസ് ദ ഇക്വാലിറ്റി സൈൻ അബവ് അപ്ലൈ? എപ്പോഴാണ് ഇക്വാലിറ്റി സൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുക? സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കോ. സി ഈ എയും ബിയും സെയിം ഡിറക്ഷനിലാണെങ്കിൽ, അല്ലെ നമുക്ക് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞോടെ. ദാറ്റ് മീൻസ് ഇക്വാലിറ്റി സൈൻ മാഗ്നിറ്റ്യൂഡ് വൈസ്. ആൻഡ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി തന്നെ നമുക്ക് പറഞ്ഞോട്ടെ. സോ എപ്പോഴാണ് നമുക്ക് ഈക്വൽ സൈൻ കൊടുക്കാൻ പറ്റുക? ഈക്വൽ സൈൻ, യെസ്, വി ക്യാൻ അപ്ലൈ ഇക്വാലിറ്റി സൈൻ if they are collinear, if they are in a same line, complete. സോ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3.7 നോക്കിക്കോ. എന്താണ് 3.7? given a plus b plus c plus d is equal to 0. Which of the following statements are correct? നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? 3.7 ആണ്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ given a plus b plus c plus d is equal to 0. നോക്കിക്കോ, ഇത് നമുക്ക് പോളിഗണലോ വെച്ചിട്ട് നോക്കിക്കോളെ. വെക്ടർ എ ഇങ്ങനെ, വെക്ടർ ബി, വെക്ടർ സി, വെക്ടർ ഡി. സോ
പോളിഗൺ ലോ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ ടു 0 അല്ലേ? എങ്ങനെ അതെങ്ങനെ കിട്ടിയത്? അത് കിട്ടിയത് എങ്ങനെ സംശയം ഉണ്ടോ? നോക്കിക്കോ. സി, ഇത് എ, ഇത് ബി, ഇത് സി, പിന്നെ ഗിവൺ വെക്ടർ ഡി ഇങ്ങനെയാണ് അല്ലേ? ഈ എ പ്ലസ് ബി പ്ലസ് സി ഞാൻ വെറും എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെയാ കിട്ടുക? നമ്മൾ പോളിഗൺ ക്ലോസ് ചെയ്യണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതല്ലേ റിസൾട്ടന്റ് വെക്ടർ? യെസ്. സോ ആക്ച്വലി ഡി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് റിസൾട്ടന്റ് വെക്ടർ അല്ലേ? അല്ലേ? ആണ്. സോ ഇത് എ പ്ലസ് ബി പ്ലസ് ഈസ് ദ റിസൾട്ടന്റ് വെക്ടർ. സോ ഈ ഇതെന്ന് വെച്ചാൽ 6 മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് 0 ആവുന്നത്. ഞാൻ ഇതാണ് പറഞ്ഞു തന്നാണേ. പോളിഗൺ ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ എ ബിയും സിയും ഡിയും ആ 4 വെക്ടറും 0 ആയാലും നൾ വെക്ടർ മീൻസ് 0 വെക്ടർ 0 ആയാലും മാത്രമേ ഇതിന്റെ സമ്മ് 0 ആവണമെന്നുണ്ടോ? സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. എ ബി സി ആൻഡ് ഡി മസ്റ്റ് ഈച്ച് ബി നൾ വെക്ടർ. മസ്റ്റ് ആണെന്നില്ല. എ ബി സി ഡി നാലും 0 ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി 0 ആവാം. ഇനി 4 നള്ളല്ലെങ്കിലും എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും? 0 ആവാം. സോ എ ബി സി ആൻഡ് ഡി മസ്റ്റ് ഈച്ച് ബി നൾ വെക്ടർ. ദാറ്റ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. മസ്റ്റ് വെക്കാൻ പറ്റത്തില്ല. യെസ്. നെക്സ്റ്റ് ബി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് സി ഈക്വൽസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി പ്ലസ് ഡി. നോക്കാം. സിമ്പിൾ ഇക്വേഷൻ വെച്ച് കളിച്ചു പോയാൽ മതി. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 0. നമുക്ക് എന്താണ്? ഞാന് ബിനെ ഡിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. എന്ന് വെച്ചാല് പ്ലസ് കൊണ്ടുപോകും മൈനസ് ബി മൈനസ് ഡി എന്നാകും അല്ലേ? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എഴുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മൈനസ് ഓഫ് ബി പ്ലസ് ഡി എന്ന് കൂടി എഴുതാം അല്ലേ? ഞാൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാണ് അല്ലേ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാണ്. എന്താ എടുക്കേണ്ടത്? മാഗ്നിറ്റ്യൂഡ്. സി മാഗ്നിറ്റ്യൂഡ് എടുക്കാണ്. മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് സിയുടെ മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് സി തന്നെ വരും. മൈനസ് അങ്ങ് പോകത്തില്ലേ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ? സോ ബി പ്ലസ് ഡി അല്ലേ? ഇതല്ലേ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് സി ഈക്വൽസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി പ്ലസ് ഡി. യെസ്. സോ ബി എന്താണ്? ബി ഈസ് ട്രൂ. യെസ്. അടുത്ത സി സ്റ്റേറ്റ്മെന്റ്. The magnitude of A can never be greater than the sum of the magnitude of B, C, D. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഒരിക്കലും ബി സി ഡിനെക്കാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? സം ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സി ഡി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൂടാൻ പറ്റത്തില്ല ആണ് നോക്കുന്നത്. അഗെയിൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്ത് ക്വസ്റ്റ്യനിൽ എന്ത് ഗിവൻ ആണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി 0. എനെ ഇവിടെ വെച്ചു, ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോയി. സോ ഇങ്ങനെ കിട്ടത്തില്ലേ? ഇങ്ങനെ കിട്ടും. ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ യെസ് എന്റെ മാഗ്നിറ്റ്യൂഡ് എ തന്നെ, നെഗറ്റീവ് പോയി, ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ ടു ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് കിട്ടി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആണോ നമ്മൾ എന്ത് ചെയ്യാൻ മതി? കണ്ടുപിടിച്ചാൽ മതി. അഗെയിൻ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നേരെ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? സം ഓഫ് എനി സൈഡ് യെസ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ സം ഓഫ് ദ അതർ ടു സൈഡ്. അതേ സെയിം ലോ വെച്ചിട്ട് ഒരു 4 സൈഡുള്ള ഒരു പോളിഗൺ, യെസ് 4 മീൻസ് സ്ക്വയർ, ഒരു റെക്ടാങ്കിൾ, 4 സൈഡിലുള്ള ഒരു പോളിഗണിന്റെ ഏതെങ്കിലും സൈഡ് എടുത്താൽ, സപ്പോസ് ഇതാണ് ഒരു 4 സൈഡിലുള്ള പോളിഗൺ എന്ന് വിചാരിച്ചോ, മീൻസ് റെക്ടാങ്കിൾ എ ബി സി ഡി. സോറി ഇതിങ്ങനെ ഫിറ്റ് ആവത്തില്ലല്ലോ. 4 സൈഡിലുള്ള ഒരു സി, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. യെസ്. സോ ഇത് ഞാനിപ്പോ എ സൈഡ് എടുത്താല് എ സൈഡ് എന്തായിരിക്കും? ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ബി പ്ലസ് ഡി പ്ലസ് ഡി ആയിരിക്കത്തില്ലേ? അല്ലേ? ഓൾവേസ്. സോ എ ഇസ് ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് സി പ്ലസ് ഡി ആണ് അല്ലേ? ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും, കാരണം എ പ്ലസ് ബി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും അല്ലേ? ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ലടാ സെയിം സാധനം. സോ എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് സി പ്ലസ് ഡി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ. ശരിയാണ്, ഒരിക്കലും കൂടാൻ പറ്റത്തില്ല. സോ സി സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഓൾവേസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ. So magnitude of A can never be greater. Yes, statement is true. Yes. Next statement D. B plus C must lie in the plane of A plus A and D if A and D are not collinear. B plus C. Again, A plus B plus C plus D equal to 0. ബി പ്ലസ് സി ആണ് വേണ്ടത്. സോ ബി പ്ലസ് സിനെ ഇവിടെ വെച്ചു, മറ്റേ രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോയി. സോ മൈനസ് ഓഫ് എ പ്ലസ് ഡി.
അല്ലെ, ഇങ്ങനെ കിട്ടത്തില്ലേ? അതായത് ബി പ്ലസ് സിയും എ പ്ലസ് ഡിയും രണ്ട് വെക്ടർ ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. ഇനി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിന് രണ്ട് പാർട്ട് ഉണ്ട്. നോക്കിക്കോ. ബി പ്ലസ് സി മസ്റ്റ് ലൈ ഇൻ എ പ്ലെയിൻ. എപ്പോ? ഇൻ എ പ്ലെയിൻ ഓഫ് എ ആൻഡ് ഡി if എ ആൻഡ് ഡി ആർ നോട്ട് കൊളിനിയർ. നോക്കിക്കോ, എയും ഡിയും കൊളിനിയർ അല്ല. നോക്കിക്കോളെ, ഇതാണ് വെക്ടർ എ എന്ന് വിചാരിച്ചു, ഇതാണ് വെക്ടർ ഡി എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ സമ്മ് എ ആൻഡ് ഡിയും കൊളിനിയർ ആണോ? അല്ല. എ ആൻഡ് ഡി ആർ നോട്ട് കൊളിനിയർ. അങ്ങനത്തെ തന്നെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഞാൻ ചെയ്തു പോകാം. ഒന്നാമത്തെ കേസ് എന്താണ്? എ ആൻഡ് ഡി, വെക്ടർ എ ആൻഡ് വെക്ടർ ഡി ആർ നോട്ട് കൊളിനിയർ. നോട്ട് കൊളിനിയർ മീൻസ് ഒരേ ലൈനിലല്ല. സോ ഞാൻ വെക്ടർ എനെ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ എനിക്ക് വെക്ടർ ഡി ഇങ്ങനെ വരക്കേണ്ടിലും നോ കൊളിനിയർ. സോ ഇതിന്റെ സമ്മ് എനിക്ക് ഒരു ലൈനിൽ കൊടുത്തൂടെ? ദാറ്റ് ഈസ് എ പ്ലസ് ഡി. എ പ്ലസ് ഡി എങ്ങനെ ഉണ്ടാവുക? ഇതാണ് എ പ്ലസ് ഡി. സോ എ പ്ലസ് ഡി ഒരു ലൈനിലാണ്. സോ ബി പ്ലസ് സി ഇങ്ങനെ കണ്ടല്ലേ, എ പ്ലസ് ഡിയും ബി പ്ലസ് സി എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ബി പ്ലസ് സി എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലേ, മൈനസ് ഓഫ്. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയും ഡിയും കൊളിനിയർ അല്ല എങ്കിൽ ബി പ്ലസ് സി, ഈ ബി പ്ലസ് സി വെക്ടർ ഉണ്ടല്ലോ, അത് എന്റെയും ഡിന്റെയും ഒരേ പ്ലെയിനിലായിരിക്കണം അല്ലേ? സോ ട്രൂ. കാരണം ബി പ്ലസ് സി എ പ്ലസ് ഡി എന്താണ്? ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? രണ്ടാമത്തെ ലൈൻ എന്താ? ഇഫ് ദേ ആർ കൊളിനിയർ, ഇഫ് എ ആൻഡ് ഡി ആർ കൊളിനിയർ മീൻസ് എ ഇത് തന്നെയല്ലേ, ഇത് ഡി, സോ എ പ്ലസ് ഡി ഇത് തന്നെയല്ലേ. ബി പ്ലസ് സി ഇങ്ങനെ ആയിരിക്കണ്ടേ? ഇങ്ങനെ ആയിരിക്കണം. ആൻഡ് ഇൻ ദ ലൈൻ ഓഫ് എൻ ഡി. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി എന്റെയും ഡിന്റെയും ലൈനിലായാൽ മതി, സെയിം ലൈനിലായാൽ മതി അല്ലേ? ഇവിടെ ബി പ്ലസ് സിയും ആൻഡ് എ, ബി പ്ലസ് സി ആൻഡ് എ ആൻഡ് ഡി ആറിനെ സെയിം ലൈൻ അല്ലേ? ആണ് അല്ലേ? കാരണം എ എൻ ഡിയും സെയിം ലൈനിലാണെങ്കിൽ ബി പ്ലസ് സിയും അതിന്റെ ലൈനിലായാൽ മതി. പക്ഷെ എ എൻ ഡിയും സെയിം ലൈനിലല്ലെങ്കിൽ ബി പ്ലസ് സി സെയിം പ്ലെയിനിലായിരിക്കണം. എങ്കിലേ എന്താവാൻ പറ്റൂ? ഇത് ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റൂ? വാലിഡ് ആവും, ഫോളോ ആവും. യെസ്, സിമ്പിൾ. യെസ്, ഓക്കെ, ഡൗട്ടും ഇല്ലേ? വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. യെസ്. നെക്സ്റ്റ് 3.8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.8 നോക്കാം. 3.8 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ 3.19. യെസ്, ഇത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 girls skating on a circular ice ground of radius 200 meter starts from a point P. ഇവിടുന്ന് തുടങ്ങി to the edge of the ground and reach the point Q. Qയിലേക്ക് എത്തി. Diametrically opposite to the P. Yes, means diameter. What is the magnitude of the displacement vector for each? അല്ലേ? ഓക്കെ, ഒരു എ ഗേൾ, എ എന്ന് പേരുള്ള ഗേള് ഇങ്ങനെ പോയി, ബി എന്ന് പേരുള്ള ഗേൾ ഇങ്ങനെ പോയി, സി എന്ന് പേരുള്ള ഗേൾ എന്ത് ചെയ്തു? അങ്ങനെയും പോയി. ക്ലിയർ? യെസ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഓരോന്നിന്റെയും ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഫോർ വിച്ച് ഗേൾ ഈസ് ദിസ് ഈക്വൽ ടു ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് ടേക്ക്? സ്കേറ്റിംഗ് ആണല്ലോ. സോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇതല്ലേ? സിമ്പിൾ ചോദ്യമാണ്, സോൾവ് ചെയ്യാം. സോ ഇതിൽ വരക്കേണ്ട ആവശ്യമില്ല. കാരണം വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഓഫ് ഈച്ച് അല്ലേ? എല്ലാത്തിന്റെയും സിപി ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താണെടാ? എയിൽ കൂടി പോയാലും, എ പോയാലും, ബി പോയാലും, സി പോയാലും, ഏതിൽ കൂടി പോയാലും ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആക്ച്വലി പി ക്യൂ ഓൺലി. പി ക്യൂ മീൻസ് 2 into r. ദറ്റ് മീൻസ് അല്ലേ, റേഡിയസ് എത്രയാണ്? 200 മീറ്റർ ആണ്. സോ 2 into 200 ദറ്റ് ഈസ് 400 മീറ്റർ ആണ് the ഡിസ്പ്ലേസ്മെന്റ് for each girl അല്ലെ? 3 പെൺകുട്ടിക്കും ഡിസ്പ്ലേസ്മെന്റ് 400 മീറ്റർ തന്നെ, ഡയമീറ്റർ തന്നെ. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഓൾവേസ് ദ ലെങ്ത് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ്. ഇത് പാത്ത് എങ്ങനെയാ പോകുന്ന ഡിസ്പ്ലേസ്മെന്റ് അറിയേണ്ട ആവശ്യമില്ല.
ഇനി ഫോർ വിച്ച് ഗേൾ ഈസ് ഈക്വൽ ടു എസ്, ഏത് പെൺകുട്ടിക്കാണ് പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവുക അല്ലെ? ഏത് പെൺകുട്ടിയുടെ കേസിലാണ്, ഏത് ഗേളിന്റെ കേസിലാണ് എന്ത് പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആകുന്നത്? യെസ്, എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? ആരാണ് ഡയമീറ്റർ കൂടി പോയത്? ബി. സോ ബി. വളരെ സിമ്പിൾ അല്ലേ? സോ ബിന്റെ കേസിൽ ബിന്റെ പാത്ത് ലെങ്ത്തും ബിന്റെ ഡിസ്പ്ലേസ്മെന്റും എത്ര തന്നെയാണ്? 400 മീറ്റർ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് ബാക്കി 3 പേരെയും എത്ര തന്നെയാണ്? 400 മീറ്റർ തന്നെയാണ്. പക്ഷെ പാത്ത് ലെങ്ത് എന്റെ വ്യത്യാസമുണ്ട്, പാത്ത് ലെങ്ത് സിന്റെയും വ്യത്യാസമുണ്ട്. കാരണം ഡിഫറെന്റ് പാത്ത് കൂടിയാണ് പോയിരിക്കുന്നത്. ഈസി? യെസ്. നെക്സ്റ്റ് 3.9. 3.9 നമുക്ക് എന്ത് ചെയ്യാം? ഡയഗ്രാം വരക്കാം. സി, ഒരു സർക്കിൾ വരക്കാം. അയ്യോ, സർക്കിൾ ആയില്ലല്ലോ. സി, നമുക്ക് ഇതിൽ നോക്കാം. യെസ്, സർക്കിൾ വരച്ചു. സർക്കിളിന്റെ തന്നെ നമുക്ക് സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. യെസ്, അപ്രോക്സിമേറ്റ്ലി സെന്റർ, ഇതാണ് സെന്റർ പോയിന്റ്. സെന്റർ പോയിന്റ് ഒ. ഓക്കെ, സെന്റർ പോയിന്റ് ഒ. ഓക്കെ, യെസ്. നോക്കാം നമുക്ക്. ഒരു സൈക്ലിസ്റ്റ് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തു സെന്റർ പോയിന്റ് ഒന്ന് ഓഫ് എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 1 കിലോമീറ്റർ. റേഡിയസ് 1 കിലോമീറ്റർ. റീച്ചസ് ദ എഡ്ജ് പി, ഇവിടെ എത്തി, ഓഫ് ദ പാർക്ക്. ദെൻ സൈക്കിൾസ് അലോങ് ദ സർക്കംഫറൻസ്, ഇതിൽ കൂടി പോയി. ആൻഡ് റിട്ടേൺസ് ടു ദ സെന്റർ അലോങ് QO as shown in 3.20. If the round trip takes 10 minutes, so total time taken 10 minutes. Total time taken 10 minutes. നമുക്ക് അതിനെ സെക്കൻഡിലേക്ക് മാറ്റുകയാണെങ്കിൽ 10/60 സെക്കൻഡ്. ദാറ്റ് മീൻസ് സോറി നമുക്ക് ഹവറിൽ മാറ്റുകയാണെങ്കിൽ, അയ്യോ 10 മിനിറ്റ് സെക്കൻഡ് ഗുണിക്കലുണ്ട്. എന്റെ പർപ്പസ് എന്താണ്? ഹവറിൽ മാറ്റണം. കാരണം കിലോമീറ്റർ പെർ ഹവറിൽ കിലോമീറ്ററിലെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്, ഉത്തരം കിലോമീറ്റർ പെർ ഹവറിൽ എഴുതാലോ. സോ ഹവറിൽ മാറ്റണമെങ്കിൽ എത്ര? 10/16 ഹവർ. ഇറ്റ് മീൻസ് 1/6 ഹവർ. ദാറ്റ് സിമ്പിൾ. ഓക്കെ, അതേ ഉള്ളൂ. ഇതൊക്കെയാണ് കാണേണ്ടത്. നെറ്റ് ഡിസ്പ്ലേസ്മെന്റ്, ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്. സോ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമുക്ക് മുതൽ ഇവിടെ നമുക്ക് വരക്കാം. O എന്ന് തുടങ്ങി ഇങ്ങനെ എത്തി. എവിടെ എത്തി? പിയിലെത്തി. പിയിലെത്തിയിട്ട് പിന്നെ ഇങ്ങനെയല്ലേ വന്നത്? ഇങ്ങനെ അലോങ് ദ സർക്കംഫറൻസ് വന്നു. ലോങ് സർക്കംഫറൻസ് വന്നിട്ട് ഇങ്ങനെ ഓല വീണ്ടും എത്തി. സോ ഇത് നമുക്ക് പോയിന്റ് ഒക്കെ മറിക്കാം. ഇത് പി, ഇത് ക്യൂ. ആൻഡ് ഇവിടെ എത്രയാണ്? റേഡിയസ് എത്രയാണ്? 1 കിലോമീറ്റർ. സോ ഇതും 1 കിലോമീറ്റർ, ഇതും 1 കിലോമീറ്റർ. സോ ഒന്നാമത്തെ എന്താ കാണേണ്ടത്? ഒന്നാമത് നമ്മൾ കാണേണ്ടത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ലൗഡ് ആൻഡ് ക്ലിയർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0 ബിക്കോസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ദ എൻഡിങ് പോയിന്റ് അല്ലേ? തുടങ്ങിയ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്തു? അയാള് വന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു എൻഡിങ് പോയിന്റ് ഹിയർ അല്ലേ? ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ എത്തി. സോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് 0. സോ അത് കഴിഞ്ഞു, 0. ആവറേജ് വെലോസിറ്റി, രണ്ടാമത് കാണേണ്ടത് ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് 0 എന്ന് കേട്ടാൽ പിന്നെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0. ബിക്കോസ് ആവറേജ് വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയും 0. ഒരു ഡൗട്ടും ഇല്ല കാര്യത്തില്. സി ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കാണും, കാരണം ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഡിസ്റ്റൻസ് കവേർഡ് ഉണ്ടല്ലോ, ആവറേജ് സ്പീഡ് കാണും. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം ടേക്കൺ. എത്ര ടൈം എടുത്തു? നമുക്ക് എന്ത് കാണണം? ഡിസ്റ്റൻസ് കവേർഡ് കാണണം. സി, ഡിസ്റ്റൻസ് എങ്ങനെയാ കാണുന്നത്? ഡിസ്റ്റൻസ് എന്തായിരിക്കും ശരിക്കും? ഡിസ്റ്റൻസ് കവേർഡ് എത്രയാ വരുന്നത്? ഡിസ്റ്റൻസ് കവേർഡ് ഓക്കെ, നോക്കിക്കോ. ഓൻ തുടങ്ങി OPയിലെത്തി. സോ OP. പിന്നെ Pന്ന് ക്യൂലെത്തി, PQ. പിന്നെ Qന്ന് ഓലെത്തി, QO. യെസ്. OP എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്? റേഡിയസ് ആണ്. സോ 1 കിലോമീറ്റർ. PQ എന്ന് വെച്ചാൽ എന്താണ്? അല്ലേ, ഈ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ 1/4 പാർട്ട് അല്ലേ? ആണ്. സോ 1/4 ഇൻറ്റു സർക്കംഫറൻസ് ഈസ് 2πr ഇൻറ്റു 1 കിലോമീറ്റർ. ദാറ്റ് ഈസ് QOയും റേഡിയസ് ആണ്. സോ 2 കിലോമീറ്റർ പ്ലസ് ഞാൻ 20 ആഡ് ചെയ്തട്ടോ. So 1/4, 1/2, 1/2 πr. That is πr by 2. R is again 1 kilometer. So pi by 2 kilometer.
സോ 2 കിലോമീറ്റർ പ്ലസ് പൈനെ നമുക്ക് 3.14 എഴുതിക്കൂടെ? സോ ബൈ 2 3.14 ഡിവൈഡ് എത്ര കിട്ടുന്ന? ബൈ 2 ചെയ്താല് 150 157 1.57 കിലോമീറ്റർ. സോ ഡിസ്റ്റൻസ് കവേർഡ് മൊത്തത്തിൽ എത്ര കിട്ടുന്നത്? 3.57 കിലോമീറ്റർ. സിമ്പിൾ. സോ നമുക്ക് ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് കിട്ടി 3.57 കിലോമീറ്റർ. ടൈം ടേക്കൺ ഞാൻ ഇവിടെ ഹവറിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1/6 ഹവർ. സോ നമ്മൾ ആവറേജ് സ്പീഡ് ടേൺസ് ഔട്ട് ആസ് 3.57 into 6 kilometer per hour. 6 into 7 42, 4 ബാക്കി 6 30 34 3 ബാക്കി 6 18 2 1. So 2 points അല്ലേ? 21.42. So average speed അല്ലേ? ലാസ്റ്റ് ആൻസർ എന്താ? average speed is equal to 21.42 kilometer per hour. Simple as simple. Yes. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. സോ 3.9 over. നമുക്കിനി 3.10 പോകാം. 3.10 again a very interesting question. നല്ല ഇൻട്രസ്റ്റിംഗ് ഇതാണ്. നോക്കിക്കോ. On an open ground, ഗ്രൗണ്ടിൽ a motorist follows a track that turns to his left by an angle of 60 degree after every 500 meter. ഒരു 500 മീറ്റർ ട്രാവൽ ചെയ്തതിനു ശേഷം അയാളുടെ ലെഫ്റ്റിലേക്ക് ഇടത് ഭാഗത്തേക്ക് 60 ഡിഗ്രിയിൽ ടേൺ ചെയ്യും. ഇത് വീണ്ടും 500 മീറ്റർ പോകും. വീണ്ടും അയാളുടെ ലെഫ്റ്റ് ഭാഗത്തേക്ക് 60 ഡിഗ്രി ടേൺ ചെയ്ത് വീണ്ടും 500 മീറ്റർ പോകും. ഓക്കെ, ആക്ച്വലി യെസ്, ഇയാൾ ഏത് ഒരു ഹെക്സഗൺ പാത്താണ് ഫോളോ ചെയ്യുന്നത്? എങ്ങനെയെന്ന് മനസ്സിലാക്കി കാണിച്ചത് എങ്ങനെയാണ്? ആദ്യം ഇയാൾ എന്ത് ചെയ്തു? സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങി ഇവിടെ എത്തി. അല്ലേ? 60 ഡിഗ്രിയിലല്ലേ അടുത്ത പോകുന്നത്. അതിനർത്ഥം എന്താ? 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നെങ്കിൽ ഹെക്സഗൺ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഇവിടുന്ന് എന്ത് ചെയ്തു? 60 ഡിഗ്രിയിൽ വീണ്ടും ടേൺ ചെയ്തു. ഇവിടുന്ന് 60 ഡിഗ്രിയിൽ എന്ത് ചെയ്തു? വീണ്ടും ടേൺ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ എത്തി. ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് എന്ത് ചെയ്തു? 60 ഡിഗ്രി ടേൺ ചെയ്തു. ഇനി ഇങ്ങനെ പോകേണ്ടതായിരുന്നു. അയാളെ ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്തു? 60 ഡിഗ്രി ടേൺ ചെയ്തു. ഇനി ഇങ്ങനെ പോകേണ്ടത് പകരം ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്തു? 60 ഡിഗ്രി ടേൺ ചെയ്തു. സോ ലാസ്റ്റ് എന്താണ് ശരിക്കും ഉണ്ടായത്? ഒരു ഹെക്സഗൺ പാത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ആ മോട്ടോറിസ്റ്റ് ട്രാവൽ ചെയ്യുന്നത്. ഹെക്സഗൺ പാത്താണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പോ ഞാൻ എന്ത് ചെയ്തു? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ വെച്ചാണെങ്കിൽ നോക്കിക്കോ. ഓരോന്നിനും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടുന്ന് തുടങ്ങിയെന്ന് വിചാരിച്ചു. എ പോയിന്റ് കൊടുത്തു, ബി പോയിന്റ്, സി പോയിന്റ്, ഡി പോയിന്റ്, ഇ പോയിന്റ്, എഫ് പോയിന്റ്. സിമ്പിൾ. ഇനി നമുക്ക് എന്തറിയാം? ഹെക്സഗണിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കറിയാം, എല്ലാം അറിയാം. നോക്കിക്കോ, ഹെക്സഗണിനെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെ, ഇത് 60 ആണെങ്കിൽ ഇതും 60. സോ ഇതെന്താണ്? ലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറും. സോ ഇവിടെ തന്നിരിക്കുന്നുണ്ട് 500 മീറ്റർ ആണ് ഒരു സൈഡ്. ബിക്കോസ് 500 മീറ്റർ കഴിഞ്ഞിട്ടാണ് ടേൺ ചെയ്യുന്നത് അല്ലെ. സോ ഇതും 500 മീറ്റർ ആയിരിക്കും. അഗെയിൻ ഇതും 500 മീറ്റർ ആയിരിക്കും. അത് ഓർമ്മയിലായിരിക്കണം. സോ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർട്ടിംഗ് ഫ്രം എ ഗിവൺ ടേൺ. ഓക്കെ, എ എന്ന് തുടങ്ങി. സോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ എന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ മോട്ടോറിസ്റ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കാണണം അറ്റ് ദ തേർഡ്, സിക്സ്ത്, എയ്ത്ത് ടേൺ. ഓരോ ടേണിലും. ഓക്കെ, അറ്റ് തേർഡ് ടേൺ. നോക്കിയോ, തേർഡ് ടേൺ നോക്കിയോ. സി എന്ന് തുടങ്ങി. സോ ബിയിലെത്തിയാല് ഫസ്റ്റ് ടേൺ. ബിയിലെത്തിയാല് എന്ത്? ഫസ്റ്റ് ടേൺ. സോ ബിയിൽ എന്ത് പറയാം നമുക്ക്? ഫസ്റ്റ് ടേൺ. സിയിലെത്തിയാലോ സെക്കൻഡ് ടേൺ. ഡിയിലെത്തിയാലോ തേർഡ് ടേൺ. സോ തേർഡ് ടേൺ ഡിയിലല്ലേ. സോ തേർഡ് ടേൺ ഡിയിലാണെങ്കിൽ ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ് എ ടു ഡി. എ ടു ഡി മീൻസ് 2 into 500 അല്ലേ. യെസ്. സോ അറ്റ് തേർഡ് ടേൺ ഡിസ്പ്ലേസ്മെന്റ് ഈസ് AD.
Displacement is AD. AD means 2 into 500. That means 1000 meter. Over. Yes. അടുത്തത് എന്താണ്? അടുത്തത് at sixth turn. At sixth turn. Sixth turn ഇവിടെ third turn ആയി. നമുക്ക് third turn ഓൾറെഡി ആയി. സോ ഈ പോയിന്റിൽ എന്താണ്? ഫോർത്ത് ടേൺ. എഫ് പോയിന്റിലോ ഫിഫ്ത് ടേൺ. അഗൈൻ എ പോയിന്റിലാണ് എന്ത് വരുന്നത്? സിക്സ്ത് ടേൺ വരുന്നത്. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ, അറ്റ് സിക്സ്ത് ടേൺ എന്താ സംഭവിക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് എന്തോ എൻഡിങ് പോയിന്റ് അല്ലെ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈക്വൽസ് എൻഡിങ് പോയിന്റ്. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് coincides with the ending point. So displacement will be 0. It's 0. നോക്കിക്കോ, അടുത്തത് എയ്ത്ത് ടേൺ. സി അപ്പൊ സിക്സ് ടേൺ ഇവിടെ എത്തി, അഗൈൻ ടേണിംഗ് ആണ്. സോ ബിയില് സെവൻത്ത് ടേൺ വരും, സിയില് എയ്ത്ത് ടേൺ. സോ എ സി ഇതായിരിക്കത്തില്ലേ ഡിസ്പ്ലേസ്മെന്റ്? അത് നമുക്ക് നോക്കിക്കോ, സെപ്പറേറ്റ് വരച്ചിട്ട് നോക്കാം എത്ര കിട്ടുന്നത്. എ സി ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. സോ ജസ്റ്റ് ആ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ സോറി 500 മീറ്റർ, 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. ആൻഡ് ഈ ലെങ്ത് ആണ് നമ്മൾ കാണേണ്ടത്. എ ബി സി. നമുക്ക് എ സി ആണ് കാണേണ്ടത്. എങ്ങനെ കാണാം? നോക്കിക്കോ, ഞാൻ എന്ത് ചെയ്തു? യെസ്, 90 ഡിഗ്രി. ഇങ്ങനെ ഡിവൈഡ് 90 ഡിഗ്രി ആയില്ലേ? ഓക്കെ. ഇത് 60 ആണെങ്കിൽ, ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഈ രണ്ട് ആംഗിളും 30 ഈച്ച് ആയിരിക്കും. ആയിരിക്കോ? ആംഗിളും 60 ആവല്ലേ? ആംഗിളും 60 ആയിരിക്കും. എന്തുകൊണ്ട്? എല്ലാം പോയോ? ഒരു കൺഫ്യൂഷനും ഇല്ലേ? ഒന്നുകൂടി നോക്കിക്കോളെ. യെസ്, നോക്കിക്കോ. സി ഈ ആംഗിളിൽ 60 ആണെങ്കിൽ ഈ മൊത്തത്തില് ഈ എ ബി സി ആംഗിൾ മൊത്തത്തില് 120 ആവണ്ടേ? സോ ഇത് 60, ഇതും 60, സോ ഇത് 30. ഇനി കോസ് 30 നോക്കിക്കോ. ഇത് ഇവിടെ പോയിന്റ് O കൊടുത്തു. കോസ് 30 എന്താ വരിക? കോസ് 30 എന്ന് പറഞ്ഞാൽ എന്താ വരിക? AO ഡിവൈഡഡ് ബൈ 500 അല്ലേ? സോ AO എന്താണ്? AO ഈസ് ഈക്വൽ ടു 500 into cos 30. Cos 30 is root 3/2. So 500 into root 3/2. That means 250 root 3. 250 root 3. 250 root 3. So സോ ഈ ശരിക്ക് എ സി എന്ന് പറഞ്ഞാൽ 2 into AO അല്ലേ? So 2 into 250 root 3 is 500 root 3. 500 root 3 is the displacement at 8th turn. So at 8th turn ഡിസ്പ്ലേസ്മെന്റ് എത്ര വരുന്നത്? 500 root. Easy. Next, compare the magnitude of the displacement with the total path length covered by the motorist in each case. Okay, ഓരോ കേസിലും ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ പാത്ത് ലെങ്ത് അതിന്റെ റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് തേർഡ് ടേൺ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 1000 ആണ്. തേർഡ് ടേൺ ഇവിടെ തുടങ്ങി ഇവിടെ എത്തി. സോ 1500 അല്ലേ പാത്ത് ലെങ്ത് വരുന്നത്? സോ 1000 ഡിവൈഡഡ് ബൈ 1500. ദാറ്റ് മീൻസ് 2/3 ഓവർ. 2/3 ഓവർ. സിക്സ്ത് ടേണില് ഡിസ്പ്ലേസ്മെന്റ് 0 വരും. സോ പാത്ത് ലെങ്ത് എന്ത് തന്നെയാണെങ്കിലും റേഷ്യോ 0. ഇനിയും എയ്ത്ത് റൺ എന്ന് പറയുമ്പോൾ എവിടും തുടങ്ങി ഇങ്ങനെത്തി. സോ 1500, 2000, 2500, 3000, 3500, 4000 വരും എന്ത് പാത്ത് ലെങ്ത്. 500/3 ഡിവൈഡഡ് ബൈ 4000 മീൻസ് 8. ദാറ്റ് മീൻസ് റൂട്ട് 3/8. സിമ്പിൾ, വെരി സിമ്പിൾ. യെസ്. സോ 10th സ്റ്റോറി എന്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 11. A passenger arriving in a new town wishes to go from the station to a hotel located 10 kilometers on a straight road from the station. So
സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. അയാൾക്ക് സ്റ്റേഷനിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകണം. സ്ട്രെയിറ്റ് റോഡ് കൂടി പോകണമെങ്കിൽ 10 കിലോമീറ്റർ എടുക്കുക. പക്ഷെ അയാൾ എന്ത് ചെയ്യാൻ, ടൗണിൽ പുതിയ ആളാണ്. സോ അയാൾ എന്ത് ചെയ്തത്, ഡിസ്ഹോണസ്റ്റ് ക്യാബ് മാൻ അല്ലേ, യെസ്, takes him along a circuitous path 23 കിലോമീറ്റർ ചുറ്റി 23 കിലോമീറ്റർ ചുറ്റി 28 മിനിറ്റ് കൊണ്ട് എത്തിച്ചു. യെസ്, ഇങ്ങനെ ചുറ്റി മൊത്തം 23 കിലോമീറ്റർ ട്രാവൽ ചെയ്യിപ്പിച്ചു. എടുത്ത ടൈം 28 മിനിറ്റ്. ചോദ്യം ഇതാണ്, ആവറേജ് സ്പീഡ് ഓഫ് ദ ടാക്സി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ആർ ദ ഈക്വൽ. ആവറേജ് സ്പീഡ് ഓഫ് ദ ടാക്സി, യെസ്, ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കാണാൻ, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്. ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് ഈസ് പാത്ത് ലെങ്ത് അല്ലെ, പാത്ത് ലെങ്ത് ടൈക്കൺ ഡിവൈഡഡ് ബൈ ടൈം. സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ പാത്ത് ലെങ്ത് എത്രയാ, 23 കിലോമീറ്റർ. എടുത്ത ടൈം 28/60 മിനിറ്റ്. 23/60 ഹവർ. സോ ഇതായിരിക്കും ആവറേജ് സ്പീഡ് കിട്ടുക ചെയ്ത് കഴിഞ്ഞാൽ. ആവറേജ് വെലോസിറ്റിയോ, ആവറേജ് വെലോസിറ്റി വരിക എന്താണ്, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് 10 കിലോമീറ്റർ ആണ്, ടൈം ടേക്കൺ അഗൈൻ 28 മിനിറ്റ് തന്നെ, 28/60 ഹവർ. സോ രണ്ടും ഈക്വൽ ആണോ, അല്ല. ആർ ദ ടു ഈക്വൽ? നോട്ട് ഈക്വൽ. സോ ഇന്നത്തേക്കുള്ള കഴിഞ്ഞു. ബാക്കി 11 കഴിഞ്ഞു, 12 തൊട്ട് 22 വരെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ചെയ്യാം. സോ ഓക്കെ, ഇന്നത്തേക്കുള്ള കഴിഞ്ഞിരിക്കുന്നു. സോ ബൈ എവരിവൺ, ബൈ. I'm signing off.